കഴിഞ്ഞ വർഷം അതായത് 2024 ഫെബ്രുവരി മെയ് മാസങ്ങളിലായി രാജ്യത്തെ സാധാരണക്കാരുടെ വായ്പാ ബാധ്യതകളെ സംബന്ധിച്ച് രണ്ട് റിപ്പോർട്ടുകൾ പുറത്തു വരികയുണ്ടായിരുന്നു. അതിലൊന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ RBIയുടേതായിരുന്നു. മറ്റൊന്ന് സ്വകാര്യ ഏജൻസിയുടേതാണ്. അതുകൊണ്ട് തന്നെ അത് കേന്ദ്ര BJP സർക്കാർ അംഗീകരിക്കണം എന്നില്ല. രാജ്യം നേരിടുന്ന ഗുരുതരമായ പണപ്പെരുപ്പം, വിലക്കയറ്റം, തൊഴിൽ രാഹിത്യം എന്നിവയൊക്കെ കാരണം ചെലവുകൾ ഭീമമായി കൂടുകയും കുടുംബ വായ്പാ ബാധ്യത വളരെയധികം വർദ്ധിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകളിൽ വ്യക്തമായി പറയുന്നത്. മോദി സർക്കാർ വന്നതിന് ശേഷം രാജ്യം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ സംബന്ധിച്ച് ദുഃഖകരമായ ഒരു വസ്തുത തന്നെയാണ്. RBI റിപ്പോർട്ടിലും ഇക്കാര്യമുണ്ട് എന്നതിനാൽ അത് അംഗീകരിക്കാതിരിക്കുവാൻ BJPക്ക് സാധിക്കത്തുമില്ല. 2023 ഡിസംബറിൽ കുടുംബങ്ങളുടെ കടം എക്കാലത്തെയും ഉയർന്ന തോതിലേക്ക് കുതിച്ചുയർന്നുവെന്നും മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ അതായത് GDPയുടെ 40% എന്ന റെക്കോർഡ് നിരക്കിൽ എത്തിയതായി മോത്തിലാൽ ഓസ്വാൾ ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുകയാണ്. കടം വർദ്ധിച്ചതോടെ കുടുംബ സമ്പാദ്യം 5%ത്തിലേക്ക് താഴുകയും ചെയ്തിരിക്കുകയാണ്. 2023 സെപ്റ്റംബറിൽ കുടുംബങ്ങളുടെ അറ്റ സമ്പാദ്യം 5 ദശാബ്ദത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കായ GDPയുടെ 5.1% രേഖപ്പെടുത്തിയെന്നത് റിസർവ് ബാങ്ക് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. 2018 മുതൽ 23 വരെയുള്ള വർഷങ്ങളിൽ കുടുംബ ചെലവ് ഗണ്യമായി വർദ്ധിക്കുകയായിരുന്നു. കോവിഡ് കാലത്ത് കുടുംബ ചെലവിന്റെ തോത് 31 ലക്ഷം കോടിയായി ഉയരുകയായിരുന്നു. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെയാണ് ഗണ്യമായ ഈ കുതിച്ചുചാട്ടം ഉണ്ടായിരിക്കുന്നത്. 2022-23 കാലഘട്ടത്തിൽ കുടുംബങ്ങളുടെ കടബാധ്യത 15.8 ലക്ഷം കോടിയായി മാറുകയായിരുന്നു. 77% കുടുംബങ്ങളും വായ്പാ തിരിച്ചടവിന്റെ ഭാരം പേറുന്നവരാണ് എന്ന് RBI റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഭവനത്തിനും കുട്ടികളുടെ പഠനത്തിനും ഉൾപ്പെടെയുള്ള വായ്പകൾ, ഇൻഷുറൻസ് പ്രീമിയം, ബാധ്യതകൾ എന്നിവ താങ്ങാനാകാതെ കുടുംബങ്ങൾ ദുരിതത്തിലാവുകയും പ്രതിദിന സ്വാഭാവിക ചെലവുകൾ വെട്ടിക്കുറയ്ക്കുവാൻ നിർബന്ധിതമാകുന്നുവെന്നും റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട്. പ്രൊവിഡന്റ് ഫണ്ട്, ലൈഫ് ഇൻഷുറൻസ്, ബാങ്കിതര സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പ ആശ്രയിക്കേണ്ടി വരുന്നതിനാൽ സ്ഥിര വരുമാനക്കാർ പോലും വായ്പാ ബാധ്യത ഉള്ളവരുടെ പട്ടികയിൽ തന്നെയാണുള്ളത്. വായ്പയെ ആശ്രയിക്കുന്ന കർഷകർ വിളനാശം, കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള പ്രതിഭാസങ്ങളെ തുടർന്ന് വായ്പ തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ വരികയും ബാങ്കുകളുടെയും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെയും നിരന്തര സമ്മർദ്ദത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നതിന്റെയും വാർത്തകൾ പതിവ് കാഴ്ച തന്നെയാണ്. രാജ്യത്തെ സാധാരണക്കാരുടെ ബാധ്യത സംബന്ധിച്ച് ഇത്തരം പഠനങ്ങളും വാർത്തകളും നിലനിൽക്കെയാണ് കോർപ്പറേറ്റുകളുടെ വായ്പകൾ നിരന്തരം എഴുതിത്തള്ളി സഹായിക്കുന്നു എന്നുള്ള വിവരങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വായ്പ എഴുതിത്തള്ളിയതുമായി ബന്ധപ്പെട്ട് ഇതുവരെ നൽകിയ കണക്കുകളല്ല പുതിയതായി പുറത്തു വന്നിരിക്കുന്നത്. വൻകിടക്കാരുടെ 8 മുതൽ 10 ലക്ഷം കോടി രൂപ വരെയുള്ള വായ്പ എഴുതിത്തള്ളി എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള 10 വർഷത്തിനിടെ 16.11 ലക്ഷം കോടി രൂപ എഴുതിത്തള്ളിയെന്നാണ് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച കണക്കുകളിൽ വ്യക്തമായി പറയുന്നത്. അതിനർത്ഥം ഇതുവരെ കേന്ദ്ര സർക്കാർ വസ്തുതകൾ മറച്ചുവെച്ചു എന്നത് തന്നെയാണ്. 16.11 ലക്ഷം കോടിയിൽ 12 ലക്ഷം കോടി കോർപ്പറേറ്റുകളുടേതാണ് എന്നുള്ള കണക്കുകൾ വിലയിരുത്തിയ ചില മാധ്യമങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സർക്കാരുകളുടെ കാലത്താണ് വായ്പ എഴുതിത്തള്ളൽ പ്രക്രിയയ്ക്ക് തുടക്കമിട്ടിരുന്നത്. കണക്ക് ശുദ്ധീകരിക്കണം എന്ന പേരിലായിരുന്നു അത്. ഇത് അഴിമതിയാണ് എന്ന് ആരോപിച്ചവരായിരുന്നു യഥാർത്ഥത്തിൽ BJPക്കാർ. അവരുടെ കാലത്തും പ്രസ്തുത പ്രക്രിയ നിർബാധം തുടർന്നു വരിക എന്നത് മാത്രമല്ല, തുക എത്രയോ മടങ്ങ് വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതിന്റെ ഗുണം ഏറ്റവും കൂടുതലായി ലഭിച്ചത് അതിസമ്പന്നർക്ക് തന്നെയാണ്. സാധാരണക്കാർ തുച്ഛമായ തുക തിരിച്ചടയ്ക്കാതിരുന്നാൽ പോലും കർശനമായ നടപടികൾ നേരിടേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. വൻ പ്രകൃതി ദുരന്തമുണ്ടായ വയനാട് ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായവരുടെ വായ്പ എഴുതിത്തള്ളണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കൈമലർത്തുന്ന കേന്ദ്ര സർക്കാരാണ് കോർപ്പറേറ്റ് വായ്പകൾ എഴുതിത്തള്ളി സഹായിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. വൻകിടക്കാരുടെ വൻ തുകയ്ക്കുള്ള വായ്പകൾ എഴുതിത്തള്ളുന്നതിന്റെ ഫലമായി ബാങ്കിന്റെ മൂലധനത്തിൽ കുറവ് വരുന്നതോടെ സേവന ചെലവുകൾ വർദ്ധിപ്പിക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. കൂടാതെ വായ്പ പരിമിതപ്പെടുത്തേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. ഈ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുന്നത് കുറഞ്ഞ വായ്പ എടുക്കാൻ എത്തുന്ന സാധാരണക്കാർ മാത്രമാണ്. പക്ഷെ സാധാരണക്കാർ ഒരിക്കലും BJP സർക്കാരിന്റെ പരിഗണനയിൽ ഉള്ളവരല്ല. അതുകൊണ്ടാണ് വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കുവാൻ തയ്യാറാകാതിരിക്കുമ്പോഴും കോർപ്പറേറ്റുകളെ അകമഴിഞ്ഞ് സഹായിക്കുന്നത്. ഇത് സാധാരണ മനുഷ്യരോടുള്ള കടുത്ത വഞ്ചന തന്നെയാണ്.